ചുറ്റും കാടും മലകളും പൂന്തോട്ടങ്ങളുമുള്ള ഒരു ചെറുകിട മുണ്ടക്കയം. 7 വർഷങ്ങൾക്ക് ശേഷമാണ് കാർത്തി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. മുണ്ടക്കയത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു തറവാട് വീട്. അമ്മയുടെ മരണശേഷമാണ് അവൻ വീട്ടിൽ നിന്നും പോയത്. അന്ന് തൊട്ട് ഇന്ന് വരെ അത് കാലിയായി കിടക്കുകയാണ് കാലങ്ങളായി. ഇന്നും അവൻ ആ വാതിൽ തുറക്കുമ്പോഴും വെറും ശൂന്യത മാത്രമായിരുന്നു. മഴ തകർത്തു പെയ്യുന്ന അന്നത്തെ രാത്രിയിൽ ഒരു റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ മഴ ആസ്വദിച്ചു കൊണ്ടിരിക്കവേ ഒരു പെൺകുട്ടിയുടെ അലർച്ച. എവിടെ നിന്നാണ് ആ അലർച്ച എന്നറിയാൻ വേണ്ടി ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് അവൻ ഓടിയെടുത്തു. പിന്നാമ്പുറത്തുള്ള അടുക്കളയിൽ നിന്നായിരുന്നു ആ നിലവിളി. പക്ഷേ ആരെയും കാണാനുമില്ല. ആ പരിസരം മൊത്തം നോക്കിയെങ്കിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. ആകെ അനുഭവപ്പെട്ടത് ഒരു തരം ഗന്ധം മാത്രം. ശിരസിലേക്ക് അടിച്ചു കയറും വിധം ഒരു ഗന്ധം. തനിക്ക് തോന്നിയതാവും എന്ന് കരുതി അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോൾ തൻ്റെ പിന്നിൽ നിന്നും ആരോ നടന്നു പോകുന്നത് പോലെ. ആ കാൽനട ശബ്ദം അവൻ്റെ ചെവികളിൽ മുഴങ്ങി നിന്നു. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നിലത്ത് പതിഞ്ഞു കിടക്കുന്ന തന്നേക്കാൾ ചെറിയ നനഞ്ഞ കാൽപാദങ്ങൾ കണ്ടത്. അതിൽ നിന്നും അവനൊരു കാര്യം മനസ്സിലായി. ഈ വീട്ടിൽ തൻ്റെ സാന്നിധ്യം മാത്രമല്ല ഉണ്ടായിരുന്നതെന്ന്, വേറെ ആരുടെയോ ഉണ്ടെന്നും. അതും ഈ രാത്രിയിൽ. അവൻ ആ കാൽപാദങ്ങളെ പിന്തുടർന്നപ്പോൾ അത് കൊണ്ടെത്തിച്ചത് ഒരു കണ്ണാടിക്ക് മുന്നിൽ. അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അവന് പേടിയിലാഴ്ത്തി. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: ആ വാക്കുകൾ അവൻ്റെ മനസ്സിനെ വല്ലാതെ പേടിപ്പിച്ചു. ആ രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് ഉറക്കം കിട്ടാതെ കിടന്നു കാർത്തി. ഭയമെല്ലാം തിങ്ങി നിറഞ്ഞിരുന്നു അവൻ്റെ മനസ്സിൽ. കാതിലെങ്ങും സഹായത്തിനായി നിലവിളിക്കുന്ന ഒരു കുട്ടിയുടെ ശബ്ദം മാത്രം. അതും തനിക്ക് എവിടെയോ കേട്ടുമറന്ന ശബ്ദം പോലെ. പതിയെ പതിയെ മറ്റു പലരുടെയും ശബ്ദങ്ങൾ കേൾക്കാനും തുടങ്ങി. അവൻ്റെ മനസ്സിലേക്ക് ആ രംഗങ്ങളെല്ലാം തെളിഞ്ഞു വന്നു തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് കാർത്തിയുടെ അമ്മയ്ക്ക് ഏകദേശം ഒരു 30 വയസ്സുണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു 20 വയസ്സുകാരി ഉണ്ടായിരുന്നു, ലേഖ. ഒരു പാവം പെൺകുട്ടി. അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് തന്നെ മരണമടഞ്ഞതുകൊണ്ട് ബന്ധുവീട്ടിലായിരുന്നു പാവം. പിന്നീട് അടുക്കളപ്പണിക്കും മറ്റും സഹായിക്കാൻ വേണ്ടി ആളെ വേണ്ടി വന്നപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നതായിരുന്നു. കഷ്ടകാലമെന്ന് പറയാതിരിക്കാൻ വയ്യ. അന്ന് തൊട്ട് ആ കുട്ടിയുടെ നശിച്ച കാലം ആരംഭിച്ചു. ആരോരുമില്ലാത്തൊരു കുട്ടിയെന്ന പരിഗണന പോലും ആ കുട്ടിക്ക് അവിടെ ലഭിച്ചിരുന്നില്ല. ആകെ കിട്ടിയത് ഒരു കുന്നോളം ആട്ടും തുപ്പും മാത്രം. ദയമിന്നി മറഞ്ഞ രൂപങ്ങൾ പോലും അവൾക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. എന്തിനു പറയുന്നു, കാർത്തിയുടെ അമ്മ പോലും തീരെ ഇഷ്ടം കാണിച്ചിരുന്നില്ല. അവിടെയുള്ള മൂത്ത ആൺകുട്ടികളുടെ കുസൃതി എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവൃത്തികളിൽ പൊലിഞ്ഞുപോയ ഒരു സാധു പെൺകുട്ടിയായിരുന്നു അത്. പ്രായത്തിൻ്റെ ബുദ്ധിയില്ലായ്മയിൽ അവർക്ക് വേണ്ടിയിരുന്നത് മറ്റൊന്ന്. എന്നാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ കൊണ്ടെത്തിച്ചത് ഒരു മുഴം കയറി. ആ കുട്ടിയുടെ ശാപമോ പ്രേതമോ എന്നറിയില്ല. വേദനിപ്പിച്ചാർ ആരും തന്നെ അധികകാലം വാഴിയിട്ടില്ല. സംഭവ ദിവസം ഒരു അലമാരയ്ക്കുള്ളിൽ പേടിച്ചു വിരണ്ടിരിക്കുന്ന ഒരു 7 വയസ്സുകാരൻ. ആ അലമാരയുടെ വാതിലിൽ പഴുതിലൂടെ അവൻ കണ്ടത് 2 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിക്കുന്നതാണ്. അന്ന് ആ 7 വയസ്സുകാരൻ്റെ അമ്മയടക്കം പലരും കണ്ടില്ല എന്ന് നടിച്ച സംഭവം എത്തിച്ചത് തൻ്റെ മകൻ്റെ ജീവനെടുക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ്. അന്നത്തെ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റെല്ലാവർക്കെതിരെയും പ്രതികാരം തീർക്കാൻ അവൾക്ക് കഴിഞ്ഞു. എന്നാൽ ഒരാൾക്കൊഴികെ, അന്നത്തെ അലമാരിക്കുള്ളിൽ ഒളിച്ചിരുന്ന 7 വയസ്സുകാരനൊഴികെ. ഇന്ന് ആ അവസരം അവൾക്ക് വീണ്ടും വന്നിരിക്കുന്നു. ആ അവസരം കൈപ്പിടിയിലെത്തിയ സന്തോഷത്തിൽ അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ ചിരി കാർത്തിയുടെ ചെവിയിൽ മുഴങ്ങിത്തുടങ്ങി. അവനെ അത് വല്ലാതെ പേടിപ്പിച്ചു. അവൻ ചാടി എഴുന്നേറ്റ്. അവൻ വീടിന് പുറത്തേക്ക് ഓടി. പുറത്തെത്തിയതും തൻ്റേതല്ലാത്ത ഒരു വലിയൊരു നിഴൽ. ആ നിഴൽ പതിയൊരു രൂപമായി മാറാൻ തുടങ്ങി. അത് അവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ വന്നു. പിന്നീട് ആ വീട്ടിൽ നിന്നും കേട്ടത് ഒരു അലർച്ച മാത്രം. ആ ശബ്ദത്തിനപ്പുറം മറ്റൊരു ശബ്ദം പോലും ആ രാത്രിയിൽ പുറത്തു വന്നില്ല.